എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എന്നിലൂടെ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ മക്കളുടെയും പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകളെല്ലാം നീക്കി അവർക്ക് സന്തോഷവും സമാധാനവും അവിടുന്ന് കൊടുക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ് കേട്ട ശേഷം കർത്താവിൽ എൻ്റെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജെയിംസ് എന്നോട് പറയുകയുണ്ടായി, അഹരോന് കൃപാസനത്തിന് മുന്നിൽ എപ്പോഴും ചെല്ലരുതെന്ന് വിലക്കുണ്ടായിരുന്നു. എങ്കിൽ ഇന്ന് നമുക്ക് ക്രിസ്തു വിശ്വാസികൾക്ക്, ശ്രദ്ധിക്കുക, ക്രിസ്ത്യാനികൾക്കല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ വിലക്കില്ല. നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ എപ്പോഴും കൃപാസനത്തിന് മുന്നിൽ ചെല്ലാനുള്ള അനുവാദമുണ്ട്. വളരെ ശരിയാണ്. എൻ്റെ സഹോദരന് കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് വിട്ടുപോയ ആ വിഷയമൊന്ന് നോക്കാം. വിശുദ്ധ പൗലോസ്ലീഹ എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, നമുക്കുള്ള പുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. എബ്രായർ 4:15 മുതൽ 16 വരെയാണ് ഞാൻ വായിച്ചത്. തുടർന്ന് പൗലോസ്ലീഹ പറഞ്ഞു, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. എബ്രായർ 9:13 മുതൽ 14 വരെയാണ് ഞാൻ വായിച്ചത്. യേശു ക്രിസ്തു നമുക്കായി ചിന്തിയ തിരുരക്തത്താൽ നമുക്ക്, അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, ഏത് സമയത്തും കൃപാസനത്തിന് മുന്നിലേക്ക് കടന്നു ചെല്ലുവാനുള്ള അനുവാദം ദൈവം തന്നിരിക്കുന്നു. പഴയ നിയമം അനുസരിച്ച് ഒരാൾക്ക് കൃപാസനത്തിന് മുന്നിൽ എപ്പോഴും വരാൻ കഴിയില്ല, കാരണം മരണഭയം. പുതിയ നിയമം അനുസരിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ധൈര്യത്തോടെ എപ്പോഴും കൃപാസനത്തിന് മുന്നിൽ ചെല്ലാം. അതിന് കാരണം ക്രിസ്തു നമ്മോട് കാണിക്കുന്ന ദയയും കരുണയുമാണ്. യേശുവിൻ്റെ രക്തം വഴിയാണ് ഈ വാതിൽ നമുക്കായി തുറന്നു കിട്ടിയത്. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. എബ്രായർ 10:19 മുതൽ 22 വരെയാണ് ഞാൻ വായിച്ചത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രദർ, പൗലോസ്ലീഹ പറഞ്ഞത് കേട്ടോ, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരായി എന്നല്ലേ? അതായത് മുങ്ങി സ്നാനമേൽക്കണമെന്നല്ലേ? അല്ല, കാരണം ഈ ഭൂമിയിൽ ഒഴുകുന്ന ഒരു വെള്ളവും ശുദ്ധമല്ല. എങ്കിൽ എന്താണ് ശുദ്ധവെള്ളം? അത് കർത്താവിൻ്റെ വചനമാണെന്ന് തിരിച്ചറിയുക. ഇപ്പോൾ മുങ്ങൽ തെറ്റാണെന്ന് മനസ്സിലായോ? ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേവ്യ പുസ്തകം 17-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ ആകെ 16 വചനങ്ങളാണുള്ളത്. 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും ഇസ്രായേൽ മക്കളോടും പറയേണ്ടത് എന്തെന്നാൽ, യഹോവ കൽപ്പിച്ച കാര്യമാവിത്. ഇസ്രായേൽ ഗൃഹത്തിൽ ആരെങ്കിലും കാളയെയോ ആട്ടിൻകുട്ടിയെയോ കോലാടിനെയോ പാളയത്തിൽ വെച്ചെങ്കിലും പാളയത്തിന് പുറത്ത് വെച്ചെങ്കിലും അറുക്കുകയും അതിനെ യഹോവയുടെ കൂടാരത്തിൻ്റെ മുമ്പിൽ യഹോവയ്ക്ക് വഴിപാടായി അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വരാതിരിക്കുകയും ചെയ്താൽ അത് അവന് രക്തപാതകമായി എണ്ണണം. അവൻ രക്തം ചൊരിയിച്ചു ആ മനുഷ്യനെ അവൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയണം. ഇസ്രായേൽ മക്കൾ വെളിൻ പ്രദേശത്ത് വെച്ച് അർപ്പിച്ചു വരുന്ന യാഗങ്ങളെ യഹോവയ്ക്ക് സമാധാന യാഗങ്ങളായി അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതൻ്റെ അടുക്കൽ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരേണ്ടതാകുന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ ആദ്യം അതൊരു ഭീഷണി പോലെയാണെന്ന് തോന്നാം. പക്ഷേ ഇതിന് ആഴത്തിലുള്ള ആത്മീയ കാരണമുണ്ട്. അതെന്തെന്ന് നോക്കാം. പഴയ നിയമത്തിൽ ദൈവം ആരാധനയും യാഗങ്ങളും ഒരു കേന്ദ്രത്തിലേക്ക്, അതായത് കൂടാരത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇത് വരുവാനിരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്. മനുഷ്യർ സ്വമേധയാ തങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ അത് വിഗ്രഹാരാധനയിലേക്കും അനാചാരത്തിലേക്കും നയിക്കും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതൻ്റെ അടുക്കൽ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരണമെന്ന്. അത് ദൈവം നിർദ്ദേശിച്ച സ്ഥലമാണ്. അവിടെ അർപ്പിക്കുന്ന യാഗങ്ങൾ മാത്രമാണ് ദൈവത്തിനുള്ള യാഗമായി ദൈവം സ്വീകരിക്കുകയുള്ളൂ. ഇസ്രായേലിൻ്റെ ആരാധനാ കേന്ദ്രം ഒരേ ഒരു സ്ഥലത്താകണമെന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമാണെന്ന് ഇതിനാൽ വ്യക്തമാണ്. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും വെച്ച് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസ ദർശനത്തിനായി ചെല്ലണം. അവിടെ തന്നെ നിങ്ങളുടെ ഹോമയാഗങ്ങൾ, ഹനനയാഗങ്ങൾ, ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ,
നിങ്ങളുടെ നേർച്ചകൾ, സ്വമേധാദാനങ്ങൾ, നിങ്ങളുടെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ എന്നിവയെ നിങ്ങൾ കൊണ്ടു ചെല്ലണം. ആവർത്തന പുസ്തകം 12:5 മുതൽ 6 വരെയാണ് ഞാൻ വായിച്ചത്. ആദ്യം ഇത് കൂടാരമായിരുന്നു, അതായത് കൃപാസനം, ടാബർനാക്കൾ. പിന്നീട് അത് യെരുശലേമിലെ ദേവാലയമായി തീർന്നു എന്ന് നമ്മൾക്കറിയാം. അതേസമയം പുതിയ നിയമത്തിൽ ആരാധനയുടെ സ്ഥലം മനുഷ്യഹൃദയമായി മാറുന്നു എന്നതാണ് അത്ഭുതം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്നുത്തരം പറഞ്ഞു. വിശുദ്ധ യോഹന്നാൻ 2:19 ഞാൻ ഉദ്ദേശിച്ചത്. മന്ദിരമെന്ന് കർത്താവ് ഉദ്ദേശിച്ചത് അവൻ്റെ ശരീരത്തെയാണെന്ന് നമുക്കിന്ന് മനസ്സിലായി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം, ദൈവ സാന്നിധ്യം ഇനി കല്ലുകൊണ്ടുള്ള ആലയത്തിലല്ല, യേശുവിലാണ്. അവനിൽ വിശ്വസിക്കുന്നവരിൽ ദൈവാത്മാവ് വസിക്കുന്നു. കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:21 മുതൽ 24 വരെയാണ് ഞാൻ വായിച്ചത്. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 3:16. 6 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. പുരോഹിതൻ അവയുടെ രക്തം സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ യഹോവയുടെ യാഗപീഠത്തിന്മേൽ തളിച്ച് മേധസ് യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. അവർ പരസംഗമായി പിന്തുടരുന്ന ഭൂതങ്ങൾക്കിനി തങ്ങളുടെ ബലികൾ അർപ്പിക്കരുത്. ഇത് തലമുറ തലമുറയായി അവർക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ദൈവം പറയുന്നത് ശ്രദ്ധിച്ചോ? ഇസ്രായേൽ അവരുടെ യാഗങ്ങൾ ദൈവത്തോട് മാത്രം അർപ്പിക്കണം, മറ്റേതെങ്കിലും ദേവന്മാർക്കല്ല എന്നാണ്. മറ്റേതെങ്കിലും ദൈവത്തെയോ ആരാധിക്കുന്നത് തെറ്റാണെന്ന് ദൈവം പറയുന്നു. ദൈവത്തെയോ യേശുക്രിസ്തുവിനെയോ അല്ലാതെ മറ്റൊന്നിനെ നിങ്ങൾ ആരാധനാപാത്രമാക്കുന്നു എങ്കിൽ അതിനെ ദൈവം വിളിച്ചത് വ്യഭിചാരമെന്നാണ്. ആരാധനയും രക്തബലിയും ശുദ്ധമായ ദൈവസന്നിധിയിൽ മാത്രമേ പാടുള്ളൂ. 8 മുതൽ 12 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ദൈവം ആരാധനയ്ക്കായി ഒരു സ്ഥലം നിശ്ചയിച്ചു. യാഗം മറ്റൊരിടത്ത് അർപ്പിക്കുന്നത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണെന്ന് ദൈവം പറഞ്ഞു. അതിനാൽ പഴയ നിയമത്തിൽ ദൈവം ആവശ്യപ്പെടുന്നത് സ്വമേധയാ ദൈവത്തെ ആരാധിക്കാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തരുത്. ദൈവം നിർദ്ദേശിച്ച രീതിയിൽ മാത്രമാണ് ആരാധന ചെയ്യേണ്ടത്. രക്തം ജീവൻ്റെ പ്രതീകമാകുന്നു. ദൈവം അത് പാപപരിഹാരത്തിനുള്ള പവിത്രമായ ചിഹ്നമാക്കി നിയോഗിച്ചു. അതിനാൽ രക്തം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് ജീവനെ അപമാനിക്കുന്നതും ദൈവകൽപ്പനയെ നിരസിക്കുന്നതുമാണ്. ജീവൻ അവനിൽ നിന്നുള്ളതാണ്, അതിനെ അനാദരിക്കരുത്. രക്തം യാഗത്തിൽ മാത്രം ഉപയോഗിക്കപ്പെടണം, കാരണം അതുവഴി പാപ നിവാരണത്തിൻ്റെ ആത്മാർത്ഥത പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഇതിൻ്റെ പൂർത്തീകരണം നമ്മൾ കാണുന്നു. യേശുക്രിസ്തു നമുക്കായി ഒരിക്കലായി യാഗമായി എന്നുള്ളത് എബ്രായർക്ക് എഴുതിയ ലേഖനം 9:11 മുതൽ 14 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. പുതിയ നിയമം അനുസരിച്ച് യേശു തൻ്റെ രക്തം വഴിയായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ ചീന്തിയ രക്തത്താൽ ജീവനും രക്ഷയും നൽകി. ഇവിടെ ഒരു ചോദ്യം ഉയരാം, പുതിയ നിയമം അനുസരിച്ച് മനുഷ്യന് രക്തം കുടിക്കാമോ? ഇല്ല, പാടില്ല. പുതിയ നിയമവും നമ്മെ വിലക്കുന്നു. അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. പ്രവൃത്തികൾ 15:20 ഞാൻ വായിച്ചത്. തുടർന്ന് 28, 29 വചനങ്ങളിൽ നമ്മൾ എങ്ങനെ വായിക്കുന്നു, വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ചു സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന് ശുഭമായിരിപ്പീൻ എന്ന് പറഞ്ഞാൽ, രക്തം ഭക്ഷിക്കുന്നത് ശാരീരികമല്ല, പിന്നെയോ അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ യേശുവിൻ്റെ യാഗഫലത്തിൽ പങ്കാളികളാവുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെ എഴുതി, യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:53 മുതൽ 57 വരെയാണ് ഞാൻ വായിച്ചത്.
പുതിയ നിയമസഭകളിൽ അപ്പവും മുന്തിരിച്ചാറും യേശുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും പ്രതീകമായി ഉപയോഗിക്കുന്നു. ഇത് യഥാർത്ഥ രക്തം കുടിക്കുക എന്ന അർത്ഥത്തിലല്ല, മറിച്ച് യേശുവിൻ്റെ ത്യാഗത്തെ ഓർമ്മിക്കുക എന്ന അർത്ഥത്തിലാണ്. അപ്പം യേശുവിൻ്റെ ശരീരമായും മുന്തിരിച്ചാർ രക്തത്തിൻ്റെ പ്രതീകവുമാണ്. 13 മുതൽ 16 വചനങ്ങൾ. ഇസ്രായേൽ മക്കളിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തിന്നാകുന്നൊരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അവൻ അതിൻ്റെ രക്തം കളഞ്ഞിട്ട് മണ്ണിട്ട് മൂടണം. സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവധാരമായ രക്തം തന്നെ. അതുകൊണ്ടത്രേ ഞാൻ നിങ്ങളോട്, ഇസ്രായേൽ മക്കളോട്, യാതൊരു ജഡത്തിൻ്റെയും രക്തവും നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് കൽപ്പിച്ചത്. സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ രക്തമല്ലോ, അത് ഭക്ഷിക്കുന്നവനെയെല്ലാം ഛേദിച്ച് കളയണം. താനെ ചത്തതിനെയോ പറിച്ചു കീറിപ്പോയതിനെയോ തിന്നുന്നവനൊക്കെയും സ്വദേശിയായാലും പരദേശിയായാലും വസ്ത്രമലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. പിന്നെ അവൻ ശുദ്ധിയുള്ളവനാകണം. വസ്ത്രം അലക്കാതെയും ദേഹം കഴുകാതെയും ഇരുന്നാൽ അവൻ കുറ്റം വഹിക്കണം. പുതിയ നിയമത്തിൽ നമ്മൾ ഇതിൻ്റെ പൂർത്തീകരണമാണ് കാണുന്നത്. അതെങ്ങനെയെന്നല്ലേ? പുതിയ നിയമം യേശുക്രിസ്തുവിൻ്റെ രക്തം വിശ്വാസത്തിലൂടെ ആത്മീയമായി സ്വീകരിക്കുക, അതായത് അവൻ്റെ ജീവൻ നമ്മിൽ വരുന്നു. യേശുവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ പുതിയ നിയമം അനുസരിച്ച് ശുദ്ധിയുള്ളൊരു ഹൃദയമുണ്ടാകണം. ആദ്യമായി ഹൃദയശുദ്ധിയാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. പാപത്തിൽ നിന്നൊഴിഞ്ഞ് വിശ്വാസത്തിലൂടെ യേശുവിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ട ഹൃദയമാണ് ദൈവം നോക്കുന്നത്. പഴയ നിയമത്തിലെ കുളിക്കുക, വസ്ത്രം കഴുകുക എന്നതിൽ ദൈവം പ്രസാദിക്കുന്നില്ല. പിന്നെയോ ദൈവം നോക്കുന്നത് പശ്ചാത്താപമുള്ളൊരു ഹൃദയവും ആത്മശുദ്ധീകരണവുമാണ്. എങ്കിൽ മാത്രമേ ക്രിസ്തു നമ്മിൽ വസിക്കുകയുള്ളൂ. നമ്മിലേക്ക് നോക്കുന്ന ദൈവം കാണുക അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ആയിരിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 6:11 ഞാൻ വായിച്ചത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.